പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകരെയും നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിന് അനുവദിക്കില്ല. നിങ്ങൾ കേസെടുത്തോ, കേസ് കൈകാര്യം ചെയ്തോ. ഞങ്ങൾക്കറിയാം ഈ കേസ് എക്സലോജിന്റെ കേസ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് ഇനി അടുത്ത കേസിന്റെ പേരും പറഞ്ഞിട്ട് അത് പതിറ്റാണ്ടുകൾ ഇങ്ങനെ പോകും. ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ. ലാവലിൻ കേസ് ഇതേപോലെ തന്നെയല്ലേ, എത്ര കൊല്ലായി കിടക്കുന്നവിടെ. എന്നോട് തന്നെ ചോദിച്ചു, ലാവലിൻ കേസ് BJPയുമായിട്ട് ഡീലില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ഡീല്? ലാവലിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസേ ഇല്ല. നിങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കേസ് മാത്രമാണ്. ലാവലിൻ കേസ് പൂർണ്ണമായിട്ടും വിട്ടുകഴിഞ്ഞൊരു കേസാണ്. ആ കേസിന്റെ പേര് അപ്പീലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പീലിന്റെ ഭാഗമായിട്ട് ഒരു തെളിവുമില്ലാതുകൊണ്ട് ആ കേസ് എടുക്കാൻ നിങ്ങൾക്കാവുന്നില്ല. എടുക്കാനാവുന്നില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടായതുകൊണ്ട് അത് നിങ്ങൾ പറയുന്നില്ല. ഇതല്ലേ ലാവലിൻ കേസിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം? അപ്പോഴിവിടെ വളരെ വ്യക്തതയോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കമ്പനി കേസ് അതൊക്കെ കമ്പനി തന്നെ നടത്തും. കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുതിയ പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ, അതിന്റെ ഒപ്പം സഹയാത്രികരായിട്ട് പോകുന്ന നന്ദു ഉൾപ്പെടെയുള്ള DYFI പ്രവർത്തകരെ, അവരുടെ സുഹൃത്തുക്കളെ, അവരെല്ലാം ഭീഷണിപ്പെടുത്തി, അവരെല്ലാം വലിയ രീതിയിൽ ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്താം എന്നാണ് ധാരണയെങ്കിൽ ഈ സമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്ന് EDയോട് പറയാനാണ് രാഷ്ട്രീയ വിശീലനത്തിന്റെ ഭാഗമായി ഈ പൊതുയോഗം ഞങ്ങൾ വെച്ചത്. നിങ്ങൾ അതിന് മെനക്കെടണ്ട. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇതൊന്നും മതിയാവില്ല. ഇതിന്റെ തന്നെ വേറൊരു കേസുണ്ടായിരുന്നു, ED തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു കേസ്. അതാണ് തൃശൂരിലെ കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കേസ്. ഇതിനിടെ ഞാൻ അവിടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഇതേപോലെ സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൽ അവിടെയും പ്രസംഗിച്ചു. അവിടെ ഇതിനേക്കാളും വിചിത്രമാണ് സംഭവം. കരിവണ്ണൂർ ബാങ്ക് എന്ന് പറയുന്നത് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കായിരുന്നു. അതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടി ചേർന്ന് നല്ല തരത്തിലുള്ള കൃത്രിമവും കഴിവതിയും ഒക്കെ നടത്തി അത് പാർട്ടിക്കാരനെ ഭരിക്കുന്ന ഒന്നായിരുന്നു. ഞങ്ങളത് പരിശോധിച്ചു. ഒരാളെയും സംരക്ഷിക്കില്ല. അതിന്റെ മാനേജരെയും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമായി അവർ ജയിലിലായി. CPIMന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു. അവരെ പാർട്ടി നടപടിയെടുത്തു. അവർക്കെതിരായിട്ട് കേസ് വന്നു. ആ കേസിൽ അവർക്കെതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അവർ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമായി സെക്രട്ടറിയും മാനേജരും ഉൾപ്പെടെ കൽത്തുറുങ്കിൽ കിടക്കുകയാണ്. ED വന്നു. കേസ് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോയിരുന്നു. അത്രോ ഇപ്പോഴ് അവിടെയുള്ള പ്രശ്നം പരിഹരിച്ച് സാധാരണ പോലെ ആ ബാങ്ക് പ്രവർത്തിക്കുകയാണ്. കരിവണ്ണൂർ ബാങ്ക് എന്തോ പൂട്ടിപ്പോയ ബാങ്കൊന്നുമല്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കായിട്ട് ഇപ്പോൾ മാറിയത്. ഇനി അതിന്റെ ആസ്തിയെല്ലാം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയാൽ, അതെല്ലാം ED കൊണ്ടുപോയിരിക്കുകയാണ്, അതിന്റെ രേഖകൾ മുഴുവൻ അതുകൂടി തിരിച്ചു വാങ്ങി കൃത്യമായിട്ട് അതെല്ലാം ശേഖരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ യാതൊരു തർക്കവും വേണ്ട. കരിവണ്ണൂർ ബാങ്ക് കേരളത്തിലെ മറ്റെല്ലാ ബാങ്കുകളെയും പോലെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ബാങ്കായിട്ട് ഇപ്പോൾ തുടരുന്നതിനേക്കാളും ശക്തിയായി തുടരാം. ഇപ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. ഇനി വിചിത്രമായ സംഭവം കേട്ടോ, ഇതിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ മാനേജരും ഒന്നാം പ്രതി പാർട്ടിക്കാരനായിരുന്നു, നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. കേസ് ക്രൈംബ്രാഞ്ച് എടുത്തു, ജയിലിലായി. എന്താ ED വന്ന് ചെയ്തേ? ED വന്നതിന് ശേഷം ഈ ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും പ്രത്യേകമായി കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങളെ വെറുതെ വിടാം. എന്താ സത്യസന്ധത നോക്കാം. നിങ്ങളെ വെറുതെ വിടാം, നിങ്ങൾ മാപ്പു സാക്ഷികളാവാം. അവരെ കേസില്ല, നിങ്ങൾ മാപ്പു സാക്ഷികളാകുക രണ്ടാളും. എന്നിട്ട് പാർട്ടിയാണ് ഇതിന്റെ പിന്നിൽ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന കാര്യം നിങ്ങൾ എഴുതി തരണം, സ്റ്റേറ്റ്മെന്റ് വേണം. കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതും പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. സ്വാഭാവികമായിട്ടും എഴുതി കൊടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എഴുതി കൊടുത്തു. പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ടാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നാം പ്രതിയും രണ്ടാം പ്രതി അവരെ മാപ്പു സാക്ഷിയാക്കി. എന്ന് പറഞ്ഞാൽ കേസ് പോയി. ആ കേസിന്റെ അന്ത്യം വന്നു. കാരണം അവർ കൂറുമാറി. ക്രൈംബ്രാഞ്ച് എടുത്ത കേസിന്റെ അകത്ത് അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതാണ് അവരുടെ ചാർജ്. അത് മാറ്റി മാപ്പു സാക്ഷികളാക്കി.
എന്നിട്ട് CPIM-ന്റെ ജില്ലാ സെക്രട്ടറിമാരായി വന്ന സഖാക്കളെ കേസിന്റെ ഭാഗമായിട്ട് വിളിക്കാൻ തുടങ്ങി. AC മൊയ്തീൻ, മുൻ മന്ത്രി, ഇപ്പോഴും MLA, അന്നും MLA. AC മൊയ്തീനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം? AC മൊയ്തീനും ഈ ബാങ്കും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. AC മൊയ്തീൻ പ്രതിയാക്കി. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പേ പ്രതിയാക്കി. ഒരു തെളിവുമില്ല. K. രാധാകൃഷ്ണൻ പ്രതിപക്ഷ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോഴും പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന CPIM നേതാവാണ് സഖാവ് K. രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്തു, ഇപ്പോഴും പ്രതിയാക്കി. എന്താ കാരണം? രാധാകൃഷ്ണൻ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. MM വർഗീസും അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ 3 ജില്ലാ സെക്രട്ടറിമാരെയും കേസ് പ്രതിയാക്കി. CPIM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ മുഴുവൻ പ്രതി. ഇപ്പോഴും പ്രതിയായിട്ട് വീണ്ടും CPIM-ന് ഇപ്പോഴും സെക്രട്ടറി ആയിട്ട് വന്നയാളും പ്രതി. ആ കേസ് എത്രയോ വർഷം മുമ്പുള്ള പ്രതിയാക്കി. ഈ കേസ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേസാണോ? തൃശൂർ ജില്ലയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം നേടാൻ കഴിഞ്ഞ ഒരു ജില്ല. പൊതുവെ പരാജയമായിരുന്നല്ലോ. കോഴിക്കോടൊക്കെ വമ്പിച്ച പരാജയം. പൊതുവെ കേരളത്തിൽ വലിയ പരാജയമാണ്. നിങ്ങൾ ED-യെ കൊണ്ട് കളിച്ച് ED-യുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ സെക്രട്ടറിമാർ മുഴുവൻ അതിന്റെ പ്രതികളാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടും തൃശൂർ ജില്ല പോലെ ഒരു ജില്ലയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറയായി നിലകൊണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റം സൃഷ്ടിച്ച ജില്ല. നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കുന്നതല്ല. ED-ക്കാരോടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങൾ ഇനി പത്രക്കുറിപ്പ് നാളെ വേറെ പത്രക്കുറിപ്പ് ഇറക്കും. നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ എങ്ങനെ BJP-യിലേക്ക് ആളെ കൂട്ടാം എന്നന്വേഷിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ രാഷ്ട്രീയം ഞാൻ അവസാനം പറയാൻ വെച്ചതാണ്. ഇവിടെ അവർ വിലയിരുത്തിയിട്ടുള്ളത് CPIM-നെ തകർക്കാതെ BJP-ക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം നേടാൻ സാധിക്കില്ല. അപ്പോൾ കള്ളക്കേസുണ്ടാക്കി CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനെ, ഇപ്പോഴതിന്റെ തുടർച്ചയിൽ സഖാവ് റിയാസിനെ, അതിന്റെ ഭാഗമായിട്ട് സഖാവ് നിഖിലിനെ, അതിന്റെ ഭാഗമായിട്ട് സഖാവ് നന്ദുവിനെ, അവരെ സുഹൃത്തുക്കളെ എല്ലാം കേസിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് റെയ്ഡ് ചെയ്ത് ഞങ്ങളിതാ എന്തു ചെയ്യാൻ മടി കാണിക്കില്ല, എന്തു ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ കീഴടങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമ്മേളനം. അതാ കാര്യം. ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങൾക്ക് കീഴടങ്ങാൻ. നിങ്ങൾ ബംഗാളിൽ കീഴടങ്ങിയിട്ടുണ്ടാവും, ആസാമിൽ കീഴടങ്ങിയിട്ടുണ്ടാവും, ഇന്ത്യയുടെ പല ഭാഗത്ത് കീഴടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ ED-യുടെ ഭീഷണിക്ക് മുമ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കീഴടങ്ങുമെന്ന ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഫലപ്രദമായി ഈ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തി. ഞങ്ങളെ രാഷ്ട്രീയമായി നേരിടുന്നത് ജനങ്ങളെ അണിനിരത്തി നേരിടുക തന്നെയാണ്. പിന്നെ നിയമപരമായിട്ട് നേരിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന വിധിയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് എത്രയെത്ര കേസ് വിധികൾ വന്നിട്ടുണ്ട്.